നമസ്കാരം. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിലെ മേൽക്കൂരയുടെ പണിയാണ് ഇപ്പം നടന്നു വരുന്നത്. അതിൽ ട്രസ് വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത സെക്ഷൻ പെയിൻറ്റിങ് പണികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 കോട്ട് പെയിൻറ്റ് നമ്മളിതിൽ ചെയ്തതിന് ശേഷമാണ് ഓട് മേയുന്നത്. ഓട് മേയുന്നതിന് നമുക്കൊരു 5000-ഓളം ഓട് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പം ഈ ഓട് ഭക്തജനങ്ങൾക്ക് നമുക്ക് നേർച്ചയായിട്ട് സമർപ്പിക്കാനുള്ള അവസരം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അവരോരോ നാളിലും പേരിലും ഓട് ഭഗവാന് ഈ ചുറ്റമ്പല നിർമ്മാണത്തിൽ വേണ്ടി സമർപ്പിക്കാവുന്നതാണ്. ഒരു ഓട്ടിന് 50 രൂപ എന്നുള്ള നിരക്കിൽ ക്ഷേത്രത്തിൽ നിന്ന് ലഭ്യമാണ്. ചുറ്റമ്പലത്തിൽ ഓട് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഓട് സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഈ ചുറ്റമ്പലം ഓട് മേയുന്നതിന് 5000-ഓളം ഓട് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പെയിൻറ്റിങ് വർക്കുകൾ, പിന്നെ ഈ ഓട് മേയുന്നതിനുള്ള കൂലി എല്ലാം കൂടി കണക്കാക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു 6 ലക്ഷത്തോളം രൂപ നമുക്ക് ആണ് എസ്റ്റിമേറ്റ് നമ്മൾ കണക്കാക്കുന്നത്. അതിൽ നമുക്കൊരു പകുതിയോളം തുകയെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി ഇനി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരും നമ്മൾ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് സഹായങ്ങളും നൽകാൻ താല്പര്യമുള്ളവർ അവരാൽ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-3.5 വർഷത്തോളം സമയം ആയി. നമ്മുടെ ഈ നാട്ടിൽ ഒരു സാധാരണ ഗ്രാമമാണ്. അപ്പോൾ അവിടെ ഉള്ള വരക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത തരത്തിലാണ് ഒരു ലോങ് ടൈം സമയം എടുത്തുകൊണ്ടാണ് ഈ ക്ഷേത്ര പുനരുദ്ധാരണം നടന്നു വരുന്നത്. കാരണം ഒന്നിച്ച് ഒരു സാമ്പത്തികമായി സഹായിക്കാൻ ഉള്ളൊരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ ചെന്ന് ഇവരെ ഭക്തജനങ്ങളെയും നാട്ടുകാരെയും സമീപിക്കുകയും അവരെ കൊണ്ട് കഴിയുന്ന സാമ്പത്തികമായിട്ട് അവരെ കൊണ്ട് കഴിയുന്ന ഒരു തുക സ്വമേധ അവർ പറയുകയും അത് ഒന്നിച്ചോ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇട്ടിട്ട് അല്ലാതെ നമ്മൾ തവണകളായി മാസം തോറോ ആഴ്ച തോറോ ഒരു 5 വർഷത്തോളം ഒരു കണക്ക് നമ്മൾ സമയം എടുത്ത് തന്നാൽ മതി എന്നുള്ളൊരു ഒരു രീതിയിലാണ് നമ്മൾ ഇത് കറക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മാസം തോറും അല്ലെങ്കിൽ അവർ സാമ്പത്തികമായിട്ട് സൗകര്യമുള്ളപ്പോഴൊക്കെ കുറേശ്ശെ തന്നാണ് ഇപ്പോൾ നമ്മളെ ഈ ക്ഷേത്രത്തിൻ്റെ പണികൾ ഏകദേശം നമുക്ക് ഒരു 3/4 ഭാഗം ആയിക്കഴിഞ്ഞു. നമുക്കതിൽ 50% തുക വന്ന് ചേർന്നിട്ടുണ്ട്. ഇനി പകുതിയോളം തുക വരാനുണ്ട്. അപ്പം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വളരെ വേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് സമയബന്ധിതമായി ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവസാനഘട്ട പണികളാണ് ഇപ്പം നമ്മൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഉടൻ തന്നെ പെയിൻറ്റ് വർക്ക് തീരാറായി. ഇനി ഉടൻ തന്നെ ഓട് മേയാനുള്ള സംവിധാനത്തിലാണ്. അപ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമുക്കിനി സഹായങ്ങൾ ഇതെല്ലാവരും നമ്മൾ ആരെയും നിർബന്ധിച്ച് ഒരു ഇന്ന ക്ഷേത്ര പുനരുദ്ധാരണത്തിന് നൽകണമെന്ന് ഒന്നുമല്ല രീതിയല്ല. നമ്മുടെ ഗ്രാമത്തിലെ ക്ഷേത്രമാണ്, നമ്മുടെ ദേശദേവനാണ്. അപ്പം അവരാൽ കൊണ്ട് സാമ്പത്തികമായി നൽകാൻ പറ്റുന്നതിന് തുകകൾ ഭഗവാന് സ്വമേധ നമ്മൾ ഭഗവാന്റെ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് നൽകാമെന്ന് സമ്മതിച്ചിട്ടുള്ളതും നൽകാൻ ആഗ്രഹിക്കുന്നതായ സംഭാവനകൾ നമുക്ക് ഈ ഒരു കാലയളവിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗം ബാക്കി കാര്യങ്ങൾ ചെയ്തു തീർക്കാനായി കഴിയും. അതുകൊണ്ട് നമ്മൾ നൽകാമെന്ന് വിചാരിക്കുന്നത് പോലെ എത്രയും വേഗം തന്ന് നമ്മളെ സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മായാപ്രപഞ്ചമാം മൺതരിയിലമരുന്ന മായയെ തിരയുന്ന യാത്ര, മായാപ്രപഞ്ചമാം മൺതരിയിലമരുന്ന മായയെ തിരയുന്ന യാത്ര, ഹോമകുണ്ഠം പോൽ ജ്വലിക്കും മനസ്സിന് സാന്ത്വനം പകരുന്ന യാത്ര, പരമപദയാത്ര പരമാത്മയാത്ര പ്രണവമന്ത്രാക്ഷര സ്വരമുഖരയാത്ര, മായാപ്രപഞ്ചമാം മൺതരിയിലമരുന്ന മായയെ തിരയുന്ന യാത്ര, മായാപ്രപഞ്ചമാം മൺതരിയിലമരുന്ന മായയെ തിരയുന്ന യാത്ര, ഹോമകുണ്ഠം പോൽ ജ്വലിക്കും മനസ്സിന് സാന്ത്വനം പകരുന്ന യാത്ര, പരമപദയാത്ര പരമാത്മയാത്ര പ്രണവമന്ത്രാക്ഷര സ്വരമുഖരയാത്ര.